ഒരു നല്ല AI ഏജന്റ് ഉണ്ടെങ്കിൽ ChatGPT ഒരു 10 മിനിറ്റിൽ നമ്മൾ ഒരു ഏജന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അവൻ്റെ അടുത്ത് ഈ പറഞ്ഞ എല്ലാ ഗവൺമെൻറ് ഓർഡേഴ്സും ആക്ടുകൾ ഇതെല്ലാം അവൈലബിൾ ആണ്, റിട്ടേൺ ആണല്ലോ, ഗവൺമെൻറ്റിൻ്റെ ഗുണം അതാണ്, എല്ലാം റിട്ടേൺ ആണ്. അപ്പോൾ ഈ റിട്ടേൺ ആയിട്ടുള്ള സാധനം മുഴുവൻ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ ഡിസിഷൻ എടുത്ത് തരും, ന്യായമായിട്ടുള്ളത് എടുത്ത് തരില്ലേ, കറക്റ്റായിട്ടുള്ള എടുത്ത് തരില്ലേ. അവനെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഹീൽ ബി ലൈക്ക് 100% പെർഫെക്റ്റ്. ഒരു മനുഷ്യൻ വരുത്തുന്ന ഡിസ്ക്രീഷൻ കറപ്ഷൻ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ സെക്രട്ടേറിയറ്റിൽ നമ്മൾ ഇത്രയും പേര് നമ്മളൊക്കെ ഇരിക്കുകയാണ്. ആക്ച്വലി ഇത്രയും പേരില്ലാതെ ഒറ്റ ഏജന്റിന് ഇത് മുഴുവൻ പഠിച്ചെടുത്തിട്ട് അതിലൂടെ ഫയൽ റൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതാത് മിനിസ്റ്റേഴ്സിന് കറക്റ്റ് തീരുമാനം എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം റിഡൻഡൻ്റ് ആവാൻ പോകുന്നത് എത്രയോ പേരാണ് ഇങ്ങനെ ചുമ്മാ ഫയലിൽ കുറേ എഴുതി ആൾക്കാർ ഉപദ്രവിച്ച് നിൽക്കുന്നത്. ഞങ്ങളെ പോലുള്ളവരൊക്കെ ശരിക്കും ആവശ്യമില്ല. ദാറ്റ് ഈസ് ദ റിയാലിറ്റി. നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന റിയാലിറ്റി അതാണ്. ഇറ്റ് ഷുഡ് ഹാപ്പൻ ഈവൻ നമ്മൾ ജുഡീഷ്യറിയിലും ഒക്കെ തന്നെ തീരുമാനം എടുക്കാൻ. കാരണം റിട്ടൺ ഫാക്ട്സും ഫിഗേഴ്സും ഇതും വെച്ചിട്ട് വേണം തീരുമാനം എടുക്കാൻ, അല്ലാതെ ആളുടെ മുഖം നോക്കിയിട്ടല്ല. ഗവൺമെൻറ്റിലും പ്രത്യേകിച്ച് ആളും തരവും നോക്കിയിട്ട് തീരുമാനം മാറ്റുന്നത് നിർത്താൻ ഏറ്റവും കൂടുതൽ സഹായിക്കാൻ പോകുന്നത് AI ആണ്. അപ്പോൾ AI ശത്രുവായിട്ടൊന്നും കാണേണ്ട കാര്യമൊന്നുമില്ല. ഇത് ഗുഡ്. ഓഫ് കോഴ്സ് കുറേ ജോലിയും ഇതൊക്കെ മാറും, ജോലിയുടെ സ്വഭാവം മാറും. പക്ഷെ കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇതിപ്പോൾ നമ്മൾ ഒരു കുതിര നല്ല സ്പീഡിൽ ഓടുന്നുണ്ട്, ശരി, കുതിരയെ നോക്കിയിട്ട് അതുമായിട്ട് ഓടി മത്സരിക്കാൻ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. കുതിര പുറത്ത് കയറാൻ നോക്കുക, അത്രേ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ അഡോപ്റ്റ് ചെയ്യുക, AI അഡോപ്റ്റ് ചെയ്യുക, എഫിഷ്യൻസി വർദ്ധിപ്പിക്കാം. അതൊക്കെ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതുമാണ്. ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം ഡോക്ടർ വേണു സാർ, അദ്ദേഹം ചീഫ് സെക്രട്ടറി ആയിരുന്നപ്പോൾ ഈ AI എങ്ങനെ ഗവൺമെൻറ്റിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞൊരു കമ്മിറ്റിയും മറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനാണ് അതിൻ്റെ സബ് കമ്മിറ്റി ചെയർ ചെയ്തത്. ഞാൻ ഒരു റിപ്പോർട്ട് കൊടുത്തിരുന്നു. അതിൽ ഡിഫിക്കൽട്ട് ടു ടേക്ക് എ ഡിസിഷൻ ഓൺ ദാറ്റ്. കാരണം ഞാനകത്ത് ഇത് എക്സാക്ട്ലി പറഞ്ഞിരുന്നു, ഒരു വെർച്വൽ ഡെപ്യൂട്ടി സെക്രട്ടറിമാരെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഫയൽ വെർച്വൽ ഡെപ്യൂട്ടി സെക്രട്ടറി വഴി റൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 99.9% പറയുന്നതാണ് കറക്റ്റ്. പിന്നീട് നമുക്ക് വേറെ എന്തെങ്കിലും റീസൺ അതിൽ നിന്ന് വ്യതിചലിക്കണം എന്നുണ്ടെങ്കിൽ കാരണം എഴുതിയിട്ട് നമുക്ക് ഓവർ റൂൾ ചെയ്യാം, ഫൈൻ ആയിക്കോട്ടെ. പക്ഷേ കറക്റ്റ് ഡിസിഷൻ നമുക്ക് കിട്ടണം. അതിന് ഒന്നാമത് വേണ്ടുന്നതെന്ന് പറഞ്ഞാൽ പ്രാഗ്മാറ്റിക് ആവുകയും വേണം. ഈ ഡാറ്റ മുഴുവനും ഫീഡ് ചെയ്ത് കൊടുക്കണ്ടേ, പബ്ലിക് ഡൊമൈനിലിടണം, അവിടെ നിന്ന് കുറേ ഡ്രോ ചെയ്ത് നമുക്ക് എടുക്കാം. അല്ലാതെ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ നമ്മൾ ഈ ടൂളിലേക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കണം. ഇതിൽ രഹസ്യമൊന്നുമില്ല. ഗവൺമെൻറ് ഓർഡേഴ്സ് രഹസ്യമാണോ? കോടതി വിധികൾ രഹസ്യമാണോ? പാർലമെൻറ്റോ അല്ലെങ്കിൽ അസംബ്ലിയോ പാസ്സാക്കുന്ന നിയമങ്ങൾ രഹസ്യമാണോ? ഇതിനൊന്നും സെക്യൂരിറ്റി അങ്ങനെയൊന്നുമില്ല. ഇത് മുഴുവൻ വളരെ എളുപ്പത്തിൽ ഫീഡ് ചെയ്ത് പഠിപ്പിച്ചെടുക്കാവുന്ന കാര്യം. ഇത്രയും തന്നു, ഇതിനെ ബേസ് ചെയ്തിട്ട് ഈ പെൻഷൻ്റെ കേസിൽ ഒരു തീരുമാനം എടുത്ത് തരാമോ, അല്ലെങ്കിൽ ഇന്ന കേസിൽ ഇതിൽ ആർക്ക് അനുകൂലമായിട്ടാണ് തീരുമാനം എടുക്കേണ്ടതെന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു തരില്ലേ? ആസ് സിമ്പിൾ ആസ് ദാറ്റ്. പിന്നെ ഡെപ്യൂട്ടി സെക്രട്ടറി ഇങ്ങനെ വെർച്വൽ വന്നു കഴിഞ്ഞാൽ ഗുണം 24/7 വർക്ക് ചെയ്യും. പിന്നെ വർക്ക് ചെയ്യും, അവൻ കൈക്കൂലി വാങ്ങൂല, അത് വലിയൊരു അവൻ സ്വാധീനത്തിന് വഴങ്ങില്ല. അതൊക്കെ പ്രശ്നമാണ്.